നമസ്കാരം, ഞാൻ ഷിബു മുപ്പത്രാം. നിങ്ങൾക്ക് കുറച്ചുപേർക്കിനെ അറിയാൻ പറ്റും. അത്യാവശ്യം സിനിമയും സീരിയലൊക്കെ ഇട്ട് മുന്നോട്ട് വന്ന ആളാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യമുണ്ട്. സന്തോഷമാണ് ഞങ്ങൾ. കാരണം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് തെറ്റില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സന്തോഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രൊഡ്യൂസറുണ്ട്, കൺട്രോളറുണ്ട്, നായകനുണ്ട്, നായികയുണ്ട്. അത് നല്ലൊരു വേഷം അമ്മ ക്യാരക്ടർ ചെയ്ത ആളുണ്ട്. അപ്പോൾ ഇതാണ് നായകൻ ബാലൻ, PNM. ഭയങ്കരണ്ടാ. അതുപോലെ തന്നെ നമ്മൾ നായിക ഒരു പാവം പിടിച്ച നായികയാണ്, ശിശിരി എന്ന പേര്. കലാമണ്ഡലം ശിശിരിയാണ്, ഡാൻസറാണ് ആൾ. ഷൈനി നിരവധി സിനിമകളെല്ലാം സീരിയലെല്ലാം സാന്നിധ്യമാണ്. ഇപ്പം എത്ര സിനിമ ചെയ്യുന്നത് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിലൊക്കെ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട, എല്ലാവരും വേണ്ടപ്പെട്ടതാണ്, എന്നിരുന്നാൽ പോലും എൻ്റെ ചങ്കായി മാറി നിൽക്കുന്ന ഞാനായിരിക്കും ഷൈജനും ഒപ്പം വത്സരാജ്. ഈ വത്സരാജിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായത്. വത്സരാജൻ, ഷൈജൻ, നീ എനിക്ക് വേണ്ടപ്പെടുന്നത് തന്നെയാണ്. മെയിൻ ഞാനാണ്, ശരിക്കും കാര്യപ്പെട്ടത് ഞാനാണ്. ശരിക്കും അവർക്കൊരു വിഷമം ഉണ്ടായിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് മടിച്ചിട്ട് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. വിഷമമല്ല, കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷാട്ടയം, വിഷ്ണു, അലൻസ് പെരേര, ആറാട്ടണ്ണൻ, ഇവരൊക്കെ നമുക്കറിയാവുന്ന ആളുകളാണ്. എന്നിരുന്നാൽ പോലും അവരെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കാണുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. കാരണം അതൊരു ഉള്ളിൽ നീറ്റലാണ് അവരാ കാണിച്ചു കൂട്ടുന്നതെല്ലാം. കാരണം സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹവുമായി നടന്ന് എത്താണ്ട് വന്നപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ആശയം കിട്ടി, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അവരെ ഒരു കഥയാണത്. സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആളുകൾ അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ചിന്തിക്കുന്നില്ല. കാരണം അവർ പുറത്തിറങ്ങി മറ്റുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ റീൽസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ, അമ്മ, വീട്ടിൽ വേണ്ടപ്പെട്ടവരെല്ലാം അതെന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്തത്. ഹലോ ഗൈസ്. പിള്ളേരത് അതിനെക്കുറിച്ച് വിശേഷമെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ പറയും, അഭിനയിച്ച ആളുകൾ എക്സ്പീരിയൻസൊക്കെ അവർ കാര്യങ്ങൾ പറയും. ബാല, അനുഭവങ്ങൾ പറഞ്ഞോളൂ. അനുഭവങ്ങൾ നല്ല ഒരു അനുഭവമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ പറയണ്ട്, ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരം കല്ലും മെഞ്ഞാവൾ പഴം വെച്ച കണ്ണല്ലേ. ശിവേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെ വരികയാണ്. കുഴപ്പമൊന്നുമില്ല. ഭാര്യയും മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തു എന്നുള്ളതും നല്ലൊരു മെസ്സേജാണ്. ഞാൻ ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ ഒരു ഇത് ഞാൻ ഇതിന് മുമ്പ് 1-2 ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും എൻ്റെ മനസ്സിന് തട്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. ശിവണ്ണ ഒരുപാട് ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു ഒരുപാട്. എന്നാലും അതൊക്കെ വഴക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതാവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാലും കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. കഴിവുണ്ട് പരമാവധി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഹാപ്പിയാണ്. ഇല്ല, ഒരിക്കലുമില്ല. കാര്യം എൻ്റെ ഭാര്യയുടെ കാര്യം ഷിബേട്ടനറിയാം. ഭാര്യ സപ്പോർട്ടാണ്. കാര്യം ഭാര്യയ്ക്ക് അറിയാം എന്നെ. ഞാൻ 3 മക്കളാണ്. അവർ ഭാര്യയായിട്ടുള്ളൊരു ജീവിതം ഈ ചിരിച്ച് കളിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ വീട്ടിലും. നമ്മൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ പോലെ വീട്ടിൽ കയറി ചെല്ലും പാട്ട് പാടിയും അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു വികൃതി കാണിക്കില്ല എന്ന് അവർക്കറിയാം. അഭിനയിച്ചതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നുള്ളവരാ. അപ്പൊ അവരൊപ്പം കൂടെ അഭിനയിച്ചാല് ഒരു നെഗറ്റീവ് നെയിം വരും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. കാര്യം അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളതിനു വേണ്ടി അങ്ങനെ ഒരു ഇതല്ലല്ലോ ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ് എന്നുള്ളൊരു ഇതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല, ഒരിക്കലും ഇല്ല. ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഈ ആദ്യം ഇത് ഇറങ്ങട്ടെ, ഇറങ്ങിയതിന് ശേഷം
നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം ഇതൊരു മെസ്സേജാണെന്നുള്ളത് ഞാൻ ആദ്യം ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഇറങ്ങിയിട്ട് കാണ്, എല്ലാവരും ഒന്ന് കാണ്, എന്നതിന് ശേഷം നിങ്ങൾ പറയേ. അപ്പം ഞാനുള്ള മറുപടി തരാറോ ചോദിച്ചിട്ടില്ല. ആ ആൾ വിട്ട മെസ്സേജ് ഞാൻ ശുഭേട്ടനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആൾ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ മെസ്സേജ് അതായിരുന്നു. അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആളാണത്. ഈ ബാലൻ്റെ ഈ ഒരു ക്യാരക്ടർ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ബാലൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. ബാലൻ്റെ ഭാര്യ സ്ത്രീ എങ്ങനെയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യക്കാരിയാണോ എന്നൊക്കെ ഒരു അറിയാൻ വേണ്ടി ഞാൻ ബാലനെ എപ്പോഴും ചോദിക്കുന്നു, ബാല എങ്ങനെയാണ് വീട്ടിൽ? ഇല്ല കുഴപ്പമില്ലാട്ടാ, മറിച്ചാണ് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കണത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ കുഴപ്പക്കാരിയല്ല. കാരണം ബാലൻ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൂടെ അഭിനയിപ്പിക്കുമ്പോൾ അത് വീട്ടിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഉണ്ടായതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആളുടെ വീട് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞ് അത് ഡൈവോഴ്സ് വരെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില ആളുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ബാലൻ്റെ വീട്ടിലെ വൈഫ് മക്കളും വലിയ പ്രശ്നക്കാരല്ല, എല്ലാം കമ്പനിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ബാല നീ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ ക്യാരക്ടറിന് 50 പൈസ കുറവുള്ള ആളാണ് നമുക്ക് വേണ്ടത്. അത് ബാലൻ കറക്റ്റ്. അത് 50 പൈസ അല്ല, 1 രൂപ കുറവുണ്ടാക്കി. ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ മക്കൾ 2 ആൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോട്ട് എടുത്ത് പുള്ളി ബാക്കിൽ നിന്ന് പൊക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ആ ഫസ്റ്റ് പൊക്കലോ ഉപയോഗം കുട്ടിയെ ഓടിക്കോന്ന് പറഞ്ഞു. മക്കളെ പറഞ്ഞുകൊണ്ടേക്കാം, വേറെ മക്കളിൽ നിന്ന് കണ്ട് കുഴപ്പമുണ്ടാക്കണം പറഞ്ഞു. അച്ഛാ ഞാൻ ഹൂബർ വിളിച്ച് പോട്ടേന്ന് ചോദിച്ചു. ശരി ഹൂബർ വിളിച്ച് പൊക്കോന്ന് പറഞ്ഞു. അല്ല അത് കാണാൻ പറ്റാത്തതുകൊണ്ടോ അങ്ങനത്തെ വേറെ ഒരു ഇതുണ്ടായതുകൊണ്ടല്ല, ബാലൻസ് ചെയ്ത് പറഞ്ഞാണ് പുള്ളി ശരിക്കും. അല്ല ബാലൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീൻ അഭിനയിക്കുമ്പോൾ, കാരണം ആ പെൺകുട്ടി ഒത്തിരി ബൾഗാട്ട് സീനാണല്ലോ, അത് അഭിനയിക്കുമ്പോൾ ബാലൻ മക്കളെ കൊണ്ടുണ്ടായെന്നുള്ളതാണ് അത് കാണാനായിട്ട്. ഞാൻ വൈഫിനെ വിളിച്ചായിരുന്നു. വൈഫ് വന്നില്ല, അതിന് ശക്തി അവള് കരുതിക്കില്ലാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിള്ളേർ വന്നു, പിള്ളേർ സപ്പോർട്ട് ചെയ്തു. എല്ലാം ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഒരു സീൻ അവരത് എൻജോയ് എടുത്ത് ഡബ് ചെയ്തപ്പോഴൊക്കെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ അവർ ചിരിയോട് ചിരിയായിരുന്നു. അച്ഛൻ്റെ കോമണത്തിന് കാണുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. എന്തായാലും ബാലനത് ശിവേട്ടൻ അത് മാത്രം നോക്കി. ഞാൻ ശിവേട്ടൻ അങ്ങനെ നോക്കണ്ടേ. അപ്പോൾ ശിവേട്ടൻ വൈഫിനെ നോക്കി. വൈഫ് തിയേറ്റർ കണ്ട വൈഫ് ഭയങ്കര ചിരിയായിരുന്നു. ഭയങ്കര ചിരിയാണ്. അല്ലാതെ തല താത്തിരിക്കൊന്നല്ല, ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഇളകണത് കണ്ടിട്ട് ശിവേട്ടൻ പറയാ, അതാ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഞാൻ ചോദിച്ച് എന്താ മോനെ ചിരിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നെ ചോദിച്ചാട്ടാ ബാലൻ ചേട്ടനും വീട്ടിലൊന്നും ഇങ്ങനെ ചേരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ബാല നീ അങ്ങനെ ചെയ്യണം, നീ വീട്ടിൽ ഇത് വർക്ക് ചെയ്യണം, ഇത് സിനിമയിലും മാത്രം കാണരുത്. പൊക്കാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചെറുതിന് മുതൽ ഭാര്യ തന്നെ വരെ പൊക്കിയതാ. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ആ സീൻ അടിപൊളി ബാലൻസ് ചെയ്ത് ഞാൻ വിചാരിച്ചെങ്കിൽ അപ്പുറത്തേക്ക് ചെയ്ത്. മറ്റേ പെൺകുട്ടി ഇടുക്കി ആ പെങ്കുച്ചും നിഷ ഇടുക്കി അത് ചോദിച്ചോട്ടെ, നിഷാണ് ചോദിച്ചു. നിഷ അതിങ്ങനെ ഇല്ല ചോദിച്ചേട്ടാ ഞാൻ എന്താണ് പേടാ അങ്ങനെ എന്താ പറഞ്ഞേ. അപ്പം പൈസ കൊണ്ട് വന്നെങ്ങനെ, എനിക്ക് പൈസ കൊണ്ട് വന്നെങ്ങനെ, അതിൻ്റെ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പൊക്കെ കറക്കി എടുത്ത് പൊക്കെ എന്തുകൊണ്ട് എനിക്ക് വിഷയമില്ല, എനിക്ക് പൈസ കിട്ടണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവരൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗുണം. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നമ്മൾ പൈസ മേടിച്ച് ഒരു സീൻ അഭിനയിക്കാൻ വരുമ്പോൾ അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതല്ല അതിൻ്റെ ശരി. നമ്മളൊരു പേരാണ് ഒരു പൈസ കൊടുത്ത് അഭിനയിക്കും, നമുക്ക് അതെന്താണെന്ന് അവരൊന്ന് കിട്ടുമെന്നുള്ള അത് കിട്ടണം. എന്തിനാ നിഷ ഇടിക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് അത് എന്തിനായിക്കോട്ടെ ബാലനും അത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം ടീച്ചർ സത്യം പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അധികം വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഓരോ പുതിയ വർക്ക് വരുമ്പോൾ അതെനിക്കൊരു പുതിയ അനുഭവമാണ്, ഒരു പുതിയ അറിവാണ് അഭിനയിക്കുന്നതിലുള്ള വ്യത്യസ്തതയും ഒക്കെ. അപ്പോൾ ഇത് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതണം. അതിൽ മുഴുവൻ സങ്കടമായിട്ടുള്ളൊരു ഇതാണ്. എന്നിരുന്നാലും ആ ഒരു കുറച്ച് സീനിലാണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാൻസ് ടീച്ചറാണ് ഞാൻ. ആക്ച്വലി ഡാൻസ് ടീച്ചറാണ്, പ്രൊഫഷണൽ ഡാൻസാണ്. അഭിനയത്തിലോട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ചെറുപ്പം മുതലേ അഭിനയിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴൊക്കെയാണ് അഭിനയത്തിലോട്ടൊന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ കുറച്ചുകൂടി ഇമോഷണലായിട്ട് വരുന്നതാണ് ഫുൾ. അതെ. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ആക്ച്വലി എനിക്കത് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല.
ഞാൻ ഈ ഇടയ്ക്ക് 2-3 വർക്ക് ചെയ്തതും സെയിം അത് മീൻസ് ഒരു വിഷമമുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരുന്ന 2-3. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം എനിക്ക് ആ ഒരു പ്രാക്ടീസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്യാനുള്ള. അപ്പോൾ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. വിഷമം ചില സീനിൽ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് സീൻ കഴിഞ്ഞ് ഒരു കട്ടൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ആ ഇമോഷനിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അതിലോട്ട് തിരിച്ചു വരാൻ കുറച്ച് ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്കത് കവർ ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഞാനത് നമ്മൾ ഒരു ക്യാരക്ടർ ആവുമ്പോൾ കൂടുതലായിട്ട് അതിലോട്ട് ഡീപ്പായിട്ട് പോകണമല്ലോ. അപ്പോൾ നമുക്ക് ആ വിഷമം ഉള്ളിലോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആ ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിക്കണം. അപ്പം ഞാനും അതേ ഇതിൽ തന്നെ എടുത്തു. എൻ്റെ ഫാമിലി അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡാണുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷൻ ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിലോട്ട് ഇട്ട് ആ ഇമോഷൻ വരുത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകളാണ്. ഷിബുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, പിന്നെ ഷൈനി ചേച്ചി ഇത്രയേറെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഷൈനി ചേച്ചിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ ബാലൻ ചേട്ടനാണെങ്കിലും ചേട്ടനാണെങ്കിലും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ പരിചയമുള്ളവരുമാണ് എല്ലാവരും. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇല്ല, എനിക്ക് ഞാൻ നേരിട്ട ആ ഒരു ഇതായിട്ട് അധികം ടച്ച് വന്നിട്ടില്ല ആ ഒരു സീനിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിശിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മളൊരു കഥ എഴുതി ഞാൻ മനസ്സിൽ ആദ്യം കണ്ട ഒരാളാണ് ശിശിരി. പക്ഷെ അത് ഞാൻ ഒരു ഡയറക്ടർ എന്ന് പറയുന്നില്ല, എന്നാലും ആ ഒരു ഡയറക്ടർ എന്നൊരു പതിവ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശിശിരിയുടെ കാര്യത്തിൽ എനിക്ക് പണിയെടുക്കണമെന്നില്ല. കാരണം നമ്മളെന്ത് മനസ്സിൽ കാണുന്നുവോ അത് ശരി ഞാൻ മോനെന്ന് വിളിക്കാറുള്ളൂ. അങ്ങനെ ഒരു മോൻ അത് ഇങ്ങനെയാണ്, ഇന്ന രീതിയിലാണ് ഞാൻ മനസ്സിൽ കണ്ടേക്കണേ. ആ ചേട്ടാ അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളത് മനസ്സിൽ കാണുന്ന കാര്യം അതിനപ്പുറത്തേക്ക് ശിശിരി അത് ചെയ്തു തന്നെ. എനിക്ക് ആ പാത്രം കഴിയുമ്പോഴൊരു ലുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. അത് തന്നെ വളരെ സാഡായിട്ടുള്ള ഒരു സീനാണ്. മതൽമ വിഷമത്തോടെ നിൽക്കുന്ന അമ്മ നോക്കുന്ന സീനൊക്കെ. അതൊക്കെ അപ്പം ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് അതൊക്കെ. കാരണം അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലാണ്. അപ്പോൾ ഞാനത് ആ രീതിയിലാക്കി ഞാനത് മനസ്സിൽ കാണുന്നത് എന്താണ് കാണുന്നവോ അതിൻ്റെ അപ്പുറത്തേക്കാണ് ശിശിരിക്ക് തന്നത്. വളരെ ഒരു നന്ദിയുണ്ട് ശിശിരിയോട് എനിക്ക് കേട്ടോ. പിന്നെ ഈ ഇടുക്കി എന്നാൽ പിന്നെ നിഷ ഇടുക്കി അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പൂജയുടെ അന്ന് എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇത് പൂജ എടുത്തിട്ടാണ് ചെയ്തത്. അമ്പലത്തിൽ വെച്ചിട്ട് പൂജ നടത്തി. അപ്പോൾ ഞാൻ എല്ലാവരും ഷൈനി എല്ലാവരും വരണം, കാരണം നിങ്ങൾക്ക് നാളെ വേഷം ഉള്ളെങ്കിൽ പോലും എല്ലാവരും ഇന്ന് വന്നം എന്ന് പറഞ്ഞ്. അങ്ങനെ വേറെ 2-3 ആർട്ടിസ്റ്റുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അവർ വരുമ്പോൾ ഈ വിഷ്ണുവും ഈ നിഷയോടെ ഇപ്പം ഉണ്ടായിരുന്നു. അവർ വന്നവർ തിരിച്ചു പോയി. ഞങ്ങൾ ഇവരോട് അഭിനയിക്കില്ല, ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ ഇത് അങ്ങനത്തെ ഒരു സീനല്ല, അവർ വേറൊരു സൈഡിൽ അഭിനയിച്ചു പോകുന്ന ആൾക്കാരാണ്, ഇതാണ് യാതൊരു ബന്ധമില്ല, അവിടെ നിന്നുള്ള കഥ പോണത്. അവരുള്ള ഇതിലെങ്കിലും അഭിനയിക്കില്ല, നമ്മുടെ അവർ തിരിച്ചുപോയി. അങ്ങനെ ചെറിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനും നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ എനിക്ക് വന്ന് ഇത് പറഞ്ഞപ്പോൾ തന്നെ വന്ന് അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. ഷൈനി അമ്മ വേഷം അതൊക്കെ കാണാനും എൻ്റെ മോനെ ഇഷ്ടപ്പെടാനും ഒരുപാട് പേരുണ്ട്. ഇവള് പോലും അവൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്നല്ലേ. എൻ്റെ ഒരു ഷൈനി. ഞാൻ ഈ പറഞ്ഞാൽ ഒരു 10-16-17 വർഷത്തോളമായി ഈ ഫീൽഡിൽ. കുറേ സിനിമ, സീരിയൽ, ഷോർട്ട് ഫിലിം, ആഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു മെസ്സേജുള്ളൊരു ഷോർട്ട് ഫിലിമാണിത്. പിന്നെ എനിക്ക് തന്നൊരു ക്യാരക്ടർ അമ്മയാണ്. അമ്മ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മക്കളോട്, എനിക്ക് 2 ആൺമക്കളാണ്, അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഇത് വെച്ചിട്ട് ആ പവറിലാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ അത്രയും പ്രായമുള്ള മക്കളെ നമ്മളും മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആ ഒരു പവർ എന്നാലും അടിയൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വന്നു. 2 അല്ല 5 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്.
അല്ലല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ ഏതമ്മയായാലും അടിച്ചു പോകൂലോ. എൻ്റെ മക്കളെ ഞാൻ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും കാണിച്ചിട്ടില്ല. അല്ലാതെ ഉള്ള കാര്യത്തിന് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴല്ല നേരത്തെയൊക്കെ. അതെ, ആമ്പിള്ളേരാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ നിലക്കി നിർത്തണമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു പവർഫുൾ ക്യാരക്ടറാണ് കിട്ടിയത്. അപ്പം ശിവചേട്ടൻ പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം, അമ്മയാണ് അതിൻ്റെ അകത്ത് ഇത് നിൽക്കണത്. അപ്പം ആ ഒരു പവറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ഒരുവിധം ഷൈനി എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ ഈ നേരത്തെ ശിശിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഷൈനിയായിരുന്നു. കാരണം ഷൈനിന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10-12 വർഷമായിട്ട് എനിക്കറിയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ വർക്കായിട്ടുള്ള ആളൊക്കെ സീരിയലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ കാരണം ഇതിൽ അനീഷ് എന്ന് പറഞ്ഞ ആൾ ഇത്തിരി സൈസുള്ള ആളാണ്. അപ്പോൾ അമ്മയും എനിക്ക് അതുപോലെ സൈസുള്ള ആൾ വേണം. അത് മാത്രമല്ല അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. കാരണം ഷിബു ഒരു സാധനം ചെയ്തിട്ട് എന്തെന്നാണ് കാണിച്ചു വെച്ചാൽ ആ പുള്ളിക്കാരത്തി അമ്മ ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ ഷൈനി വിളിച്ച് ചോദിച്ചു, ഷൈനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ചില ഷോർട്ട് ഫിലിം വരാൻ പറ്റുമോ? ശിവചേട്ടാ ഞാൻ എപ്പോൾ വന്നു വെച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം, കാരണം ഷൈനി വരുമല്ലോ. അങ്ങനെ ഷൈനി വന്ന് ഷൈനും ഈ പറഞ്ഞ പോലെ അമ്മ വേഷം ഞാൻ ഷൈനിന് പറഞ്ഞു, ഷൈനി എൻ്റെ മനസ്സിലുള്ള അമ്മ ഇങ്ങനത്തെ ഒരു ഇതാണ്, മകനെ സപ്പോർട്ട് ചെയ്യണ ഒരു ക്യാരക്ടറാണ്, ഇത് തൻ്റെ ഇടയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷൈനി പറഞ്ഞു, ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു വേഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ, വേഷം കാത്തിരിക്കുകയായിരുന്നു, ഇത് നന്നാക്കി ചേട്ടാന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് ആൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് ഇപ്പോൾ ശശിക പറഞ്ഞ പോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അത് കൃത്യമായിട്ട് ഡയലോഗ്സൊക്കെ അത് പ്രസൻറ്റ് ചെയ്ത് എനിക്കത് കൃത്യമായിട്ട് തന്നു. ഞാൻ ഷൈനി നന്ദി പറയുകയാണ്. ചേച്ചിയുടെ വരവും വന്നിട്ടുള്ള ഒരു സാധനം ഒറിജിനലാണത്. അമ്മ ചെയ്യണ അത് ചിലപ്പോൾ കിട്ടിയാലും വലിയ തെറ്റൊന്നുമില്ല. എനിക്കായിട്ട് നമ്മളൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാൻ സീൻ ഇവിടെ നിൽക്കുമ്പോൾ കൊണ്ട് ഇവിടെ ക്ലിയർ ഇവിടെ വേദനയാണ്. പക്ഷെ അത് നല്ലൊരു തരുന്നത് അങ്ങനെ ആയതുകൊണ്ട് വളരെ നന്നായി. ഡബിങ്ങിന് ചെന്നപ്പോ തന്നെ അന്ന് ശിവചേട്ടൻ ഞങ്ങള് തന്നെ ഡബിങ്ങിന് ചെന്നിട്ടുണ്ടല്ലോ അവിടെ തന്നെ ശിവചേട്ടൻ പറയുന്നത് ചേച്ചിയുടെ ആ ബാലു മറ്റേ മദ്യവെച്ചിട്ട് കസ്റ്റമർ ഇരിക്കുന്ന സീനും ചേച്ചി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വരുമ്പോഴേക്കല്ല മുഖത്തുള്ള ഒരു പറഞ്ഞൂല. ചേച്ചി എന്നിട്ട് നല്ല ഭംഗിയായിട്ട് കറക്റ്റ് നല്ല രീതിയിൽ ചെയ്തത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും അടുക്കളയിൽ ചാരി കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുമല്ല, ഒറിജിനാലിറ്റിയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അതങ്ങോട്ട് വെച്ചിട്ട് കാച്ചുവാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ പക്കയായിട്ട് ചെയ്യുക, അതാണ്. ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതൊരു വിജയമാവട്ടെ, ഒരു വൻ വിജയമാവട്ടെ. എന്നാലും ശിവചേട്ടന് അതിൻ്റെ ഉള്ള നല്ലൊരു ഇനിയും ചെയ്യാനുള്ള നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ഇതിൽ സംരംഭം എല്ലാവരും ഈ സെറ്റിൽ തന്നെ നമുക്കൊരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും കഴിഞ്ഞത്. ആർക്കും ഒരു വേർതിരിവ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്തതാണ് ഇതിൻ്റെ ഒരു വിജയം തന്നെ. എല്ലാവരും സന്തോഷമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് ഷൈജൻ. സോറി എനിക്ക് പേര് വെക്കാൻ ഷൈജൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷൈജൻ എനിക്ക് കസിനുള്ള എൻ്റെ വല്ലാണ് അങ്ങനെ ഒരു ബന്ധം. എനിക്കങ്ങനെ ഒരു ഏറ്റവും ഒരു സ്മരിക്കുന്നത് നന്നായിട്ട് എന്താ പറയുക, എനിക്കൊരു നന്ദി പറയേണ്ട ഒരാളാണ് ഷൈജൻ. സോറിട്ടാ അങ്ങനെ വരുള്ളൂ. അത് ഷൈജു. കാരണം വെച്ചാൽ ഞാനിങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്, ഷൈജു ഇങ്ങനെ ഒരു തീം എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ഷൈജൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? അപ്പോൾ നിനക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, പ്രത്യേകിച്ച് പറയാറുണ്ടോ, പൈസ ഇറക്കണം ഇത്ര തന്നെ എന്ന് പറഞ്ഞ് അതാണ് അത്ര വരും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാലൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ഞാൻ സഹായിക്കാം, അങ്ങനെ 3 പേരും കൂടി ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ തന്നെ അത് കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ എന്താണ് ചെയ്തത്, ചേട്ടൻ എന്താണ് ചെയ്തൊരു കുഴപ്പമില്ല, ഞാൻ ഏത് രീതിയിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വർക്കായി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു നന്ദി എനിക്കുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത് പൈസ തരാം, പക്ഷെ ഒരു കാര്യത്തിലും ഞാൻ വരില്ല, ഒക്കെ ചേട്ടൻ്റെ ഇഷ്ടം, ഒരു അഭിപ്രായം പറയാൻ ഞാൻ വരില്ല, ചേട്ടൻ്റെ യുക്തി എന്താ വെച്ചാൽ അതുപോലെ ചെയ്തോളണം, എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്. പിന്നെ ഇതിൽ അഭിനയിച്ച ആ പെൺകുട്ടി കീർത്തു, അദ്ദേഹത്തിൻ്റെ മകളാണ്.
എനിക്ക് ആദ്യം കണ്ടപ്പോൾ കൊച്ചി എനിക്ക് മനസ്സിലായി കൊച്ചി ചെയ്യൂ, കാരണം കൊച്ചി അങ്ങനെ ആദ്യം സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഇങ്ങനെ എന്തിനും വെച്ച് മിണ്ടൊക്കെ പരിചയമുണ്ടെങ്കിൽ മാത്രമേ ആൾ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കില്ല. പിന്നെ അപ്പം എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചെയ്യുമോ. പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയി ഫാമിലിയായിട്ട്. ഇങ്ങനെ ഒരു ഫാമിലിക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ കണ്ണും മൊത്തം ഈ കൊച്ചിൻ്റെ കയ്യിലാണ്. ഈ കൊച്ചി എന്ത് ചെയ്യുന്നു, എങ്ങാട്ട് തിരിഞ്ഞ് എന്ത് പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ ആൾ തന്നെയാണ്. കാരണം ഷൈജൻ്റെ അടുത്ത് അടിച്ച് കീറണ അവൾ ഒച്ചയും ബേകളും ഇടിയും. അപ്പം എനിക്ക് മനസ്സിലായി ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ നമ്മൾ ഷൈജ ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെ, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷൈജ മോൾ അഭിനയിച്ചു. ഷൈജയോട് നന്ദി പറയുന്നു. അത് ഇനി ഷൈജൻ്റെ അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഇങ്ങനെ ഒരു സംഭവം പ്രൊജക്റ്റ് ഉണ്ടാവുമെന്നും അല്ലെ സംഭവം ചെയ്യുമെന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. അപ്പോൾ ഇതായിട്ടൊരു ടീച്ചറിൻ്റെ ഡാൻസ് പ്രോഗ്രാമിൽ അന്നാണ് ഞാൻ ശിവചേട്ടനെ ശരിക്കും പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ ശിവചേട്ടനോട് എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ ശിവചേട്ടൻ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടു, ശിവചേട്ടാ ചേട്ടൻ ഇപ്പോൾ സിനിമയിലൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് നോക്ക് എന്നൊരു രീതിയിൽ ചേട്ടനോട് അങ്ങനെ ഒരു ഇത് മാത്രമേ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് എനിക്കൊരു കോൾ വരുന്നത്, ശൈജ ഇങ്ങനൊരു സംഭവമുണ്ട്, എങ്ങനെയാണ് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ശിവചേട്ടൻ ഞാനൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് വേറൊരു വാക്ക് ഞാൻ പറയില്ല, അത് ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ ഒരു കാര്യങ്ങളിലും ചേട്ടൻ്റെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ ചെയ്തോളാം, അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഒരു പ്രൊഡ്യൂസറായിട്ട് കാണരുത്, ശരിക്കും ആസ് എ ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. ഫുൾ ഫ്രീഡത്തിൽ ഞാൻ ശിവചേട്ടന് വിട്ടുകൊടുത്തിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അത് ഇത്രത്തോളം ഹൈപ്പിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ ഞാൻ ശിവചേട്ടനോട് നന്ദി പറയണം. കാരണം ഇത്രത്തോളം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ശിവചേട്ടനോട് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് നന്ദി പറയേണ്ടത് വത്സരാജിനോടാണ്. കാരണം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവചേട്ടനോട് പറഞ്ഞു ഇന്നാണ് ആംബിയൻസ്, ഇന്നൊരു പഴയ വീട് വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ശിവചേട്ടാ അതിനൊക്കെ ഒരാളുണ്ട്, നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം വത്സൻ്റെ ഇടയ്ക്ക് ഇതിനു മുമ്പൊരു വീട് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചെന്ന് വെച്ചാൽ ഇവരെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് പാട്ട് പാടിയൊരു വീടാണത് ശരിക്കും. അപ്പോൾ ഞാൻ വത്സരനോട് വത്സ നമുക്ക് ആ വീടൊന്ന് പോയി സെറ്റിന് പറ്റിയതാണെന്ന് നമുക്ക് ശിവചേട്ടനോ നോക്കാം എന്ന് പറഞ്ഞു. ശിവചേട്ടൻ നമ്മൾ ചേർത്തുന്ന സംഭവമുണ്ട്, വന്ന് കാണുക. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തിടത്തല്ല ഷൂട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം. ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന വീടല്ല ശരിക്കും സീരിയലിൽ ഫിലിമിൽ വന്നിരിക്കണേ, എൻ്റെ തൊട്ടിപ്പുറത്തെ വീടാണ്. ആ ആംബിയൻസ് ശിവചേട്ടൻ്റെ മുഖമൊക്കെ ആ പാടെ മാറി നമുക്കിവിടെ മതി, ഇതിന് ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ ചെയ്തു. അതിന് വത്സരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും A to Z ഈ പ്രൊജക്റ്റ് തുടങ്ങുമ്പം തൊട്ട് ഈ നിമിഷം വരെ കൂടെയുണ്ട്. അതിന് വത്സനോടും എല്ലാ അഭിനയിച്ച എല്ലാവരോടും ശിവചേട്ടനും പ്രത്യേകിച്ച് ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിന് താങ്ക് യു വെരി മച്ച്. മോളെ കാസ്റ്റ് ചെയ്തല്ലോ. അതെ, മോളാണ് കാസ്റ്റ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോള്. അതെ. അപ്പൊ ആളിനെ എങ്ങനെ സെറ്റാക്കി? ആളിനോട് കാര്യങ്ങളിങ്ങനെ കഥകളൊന്നും പറഞ്ഞൊന്നുമില്ല. ജസ്റ്റ് കഥ വൈഫിനെ വായിക്കാൻ കൊടുത്തു, വൈഫ് വായിച്ചു, അവളോട് ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ അണ്ടറിലാണ് അവൾ ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പ്ലസ് പോയിൻ്റായി പോയി. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പോൾ ഞാൻ നേരെ ടീച്ചറിൻ്റെ വിട്ടേ ഉള്ളൂ, ഒന്നും ഞാൻ പറഞ്ഞില്ല, ടീച്ചറിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾക്കതൊരു സന്തോഷമായി. കാരണം അറിയാവുന്ന ഒരാൾ ടീച്ചർ കൂടെ അഭിനയിക്കുമ്പോൾ ഫ്രീഡമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ശിവചേട്ടൻ പറഞ്ഞൊരു വേളാങ്കണ്ണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായിരുന്നു ഞങ്ങളുടെ ഒരു എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. കാരണം ഞങ്ങൾ വേളാങ്കണ്ണി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് 17-ാം തീയതി പോകാനിരിക്കുമ്പോഴാണ് ശിവചേട്ടൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചേട്ടൻ നടക്കില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു, ചേട്ടൻ നടക്കില്ല, 17-ാം തീയതി വേളാങ്കണ്ണി നമ്മൾ ഒന്നിച്ചു പോകും, തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ടീച്ചറിനും ആ ടൈമിൽ ഷൂട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് മെയ് ഫസ്റ്റ് വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞ് അങ്ങനെയാണ് ശരിക്കും ഈ പ്രൊജക്റ്റ് ഓണായി വരുന്നത്. ഇതൊക്കെ ഒരു ദൈവനിമിത്തമുണ്ട്, വേളാങ്കണ്ണി മാതാവിൻ്റെ നിമിത്തങ്ങളുണ്ട്, ശക്തിയുണ്ട്. ശരിക്കും കാവിലമ്മയുടെ പൂജയും കാര്യങ്ങളും എല്ലാം. കാവിലമ്മയാണ് ശരിക്കും അതിനൊരു നിയോഗം. കാരണം ടീച്ചറിൻ്റെ പ്രോഗ്രാം അവിടെ വരാനും ശിവചേട്ടനെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരാനും പരിചയപ്പെടാനും അങ്ങനെയാണ് ശരിക്കും പ്രോജക്റ്റ് ഓണായി വന്നിരിക്കുന്നത്. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഒരു ഷോട്ട് വെക്കാൻ അവിടെ വെക്കണമെന്ന് അങ്ങനെ വരുമ്പോൾ കല്ല് കണ്ടില്ല, ഒരു കല്ല്, അത് ഭയങ്കര കല്ല ഇതാണത്. വേലത്തിൽ നിന്ന് പണ്ടത്തെ കഥയുണ്ടായിരുന്നു, ആ കഥയുടെ വേലത്തിയാണത്. അവിടെ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ടീച്ചർ നടന്ന സീൻ, ആ നടന്നു വരുന്ന സീൻ അവിടെ വെച്ച കാര്യം അതുകൊണ്ടാണ്. കാരണം ഫസ്റ്റ് ഷോട്ട് അവിടെ ഭയങ്കര നല്ലൊരു ശക്തിയുടെ അമ്പലമാണത്. വത്സനെക്കുറിച്ച് എനിക്ക് ഇത് ഒരു 12 അല്ലേ
12 വർഷമായി. 12 വർഷത്തെ ഒരു പരിചയമുണ്ട്. ഒരു കല്യാണത്തിന് വന്നതാണ് ഇവിടെ. അങ്ങനെ കല്യാണത്തിന് വന്നപ്പോൾ വത്സൻ അപ്പുറത്ത് കൊണ്ട് എന്നെ നശിപ്പിച്ച് തന്നു. അന്ന് തുടങ്ങി ഞങ്ങൾ കൊല്ലം തുറന്നു തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് മതൻ്റെ അപ്പുറത്ത് കൊണ്ട് ഇതന്ന് ഞാൻ അടിച്ച് അന്ന് കമ്പനി ഞങ്ങൾ അവിടെ നിന്ന് കമ്പനി വിളിയും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ വത്സൻ്റെ കുടുംബത്തിലേക്ക് വല്ല ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, കല്യാണം അങ്ങനെയൊക്കെ വിളിക്കും. പിന്നെ അത് വലിയൊരു ബന്ധമായിട്ട് മാറി. അങ്ങനെ മാറി പിന്നെ കുറച്ച് കാലത്തേക്ക് വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വത്സന് പണിയൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ സാമ്പത്തികമില്ല ഒന്നും ഉണ്ടായില്ല. പിന്നെ ഗസ്റ്റായിട്ട് നമ്മള് പിന്നെ ജോലിയൊക്കെ കിട്ടി സെറ്റൊക്കെ വന്നപ്പോൾ പിന്നെ വിളിച്ച് അങ്ങനെ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് ടീച്ചറിൻ്റെ ഡാൻസ് സമ്മാനം കൊടുക്കാൻ വന്ന് പിന്നെ അവിടെ നിന്ന് ആള് വീണ്ടും ഓണായി ലൈവായി. അങ്ങനെ പിന്നെ ഈ സ്ഥലം വീട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ന വീടാണ്, ഇങ്ങനത്തെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വീട് ഇതുപോലുള്ളൊരു വീടാണ്, പഴയ വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കാണിച്ചതിന് തൊട്ടപ്പുറത്തെ വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അത് കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനത്തെ ആംബുലൻസിലുള്ള വീടാണ്. ഒരു മിറ്റവും ഒരു കിണറും തൊട്ടിപ്പുറത്ത് വീട്ടിൽ അലക്കണ പുള്ളിക്കാരത്തിൽ അവരുടെ സീൻ വേണം, അതൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബുലൻസുള്ള അവിടെ എനിക്ക് കിട്ടി. നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചാൽ അങ്ങനെയുള്ള ഒറ്റ വീടാണ്. അതല്ല എനിക്ക് മെയിനായിട്ട് സംഭവിച്ചത് നമുക്ക് ഒരു സാധനം ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റൊക്കെ മാറിപ്പോകും. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ മാറും. 2 മണിക്കൂർ മാറുമ്പോൾ അത് വലിയൊരു പാടാണ്. അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം അവിടെ തന്നെ വേണമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ക്ലൈമാക്സ് തൊട്ടിപ്പുറത്ത് വീട്ടിൽ ബാലിരുന്ന് സംസാരിക്കുന്നത്, തൊട്ടിപ്പുറത്ത് വീട്ടിൽ അയലോക്കാരുടെ വീട്, ഇവരുടെ വീട് എല്ലാം കൂടി അമ്പലം തൊട്ടരിയത്ത് ഇവിടെ ഒക്കെ നടന്നു വരാനുള്ള ഇതുള്ളൂ. ഒക്കെ ചുറ്റുപാടത്തിന് മറ്റേ ഇവരുടെ സീനിൽ തൊട്ടപ്പുറത്താണ് എടുത്തത്. ഒക്കെ എല്ലാം ദൈവം അതല്ല, അത് ദൈവം മറ്റേ ശക്തി എനിക്ക് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഒപ്പിച്ച് തന്നു. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സംഗതി തീർക്കാൻ പറ്റി. 2 ദിവസം. അതിൽ ഏറ്റവും ഒരു സമയം ക്യാമറമാൻ ഫൈസിൽ വന്നിട്ടില്ല. ഫൈസിൽ ഇത് പറഞ്ഞ പോലെ നമ്മളെന്ത് പറയുന്നുവോ അത് അപ്പിടിക്കണ ആൾ. എന്നെ ഫ്രെയിമാണ് ശിവചേട്ടൻ ഇങ്ങനെ ചെയ്താൽ പോരെ, അത് നമ്മളെന്ത് പറയുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട അല്ല അങ്ങനെ വേണ്ട അങ്ങനെ ഇല്ല. അതിപ്പോൾ ഈ കൂടുതൽ ആരും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ടീച്ചറായാലും ഷൈനി ആയാലും ബാലനായാലും ആരായാലും നമുക്ക് ഇന്ന സാധനം ചെയ്യുമ്പോൾ ചില ആൾക്കാർ അയ്യോ അത് വേണം ചോദിച്ചാൽ അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ. കാരണം ഷോർട്ട് ഫിലിമാണ്, എന്നാലും സിനിമയുടെ ചെറിയ കട്ടുന്ന ഷോർട്ട് ഫിലിം അതുപോലെ ചെയ്യണം നമ്മൾ. അപ്പോൾ ആരും എന്നോട് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ എനിക്ക് ഇത് അങ്ങനത്തെ നടക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, അതെനിക്ക് ആ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെന്ത് പറയുന്നുവോ ഷൈനി ഇന്ന ഡയലോഗാണ് പറയുമ്പോൾ ചെയ്യാട്ടാ ശരി ഇന്ന രീതിയിൽ ഫേസിൽ വരണം, ബാല ആ പണിയെടുത്ത് പൊക്കണം, റെഡി വയറ്റത്തൊരു പിടിക്കുക. അത് ഞാൻ ഇതൊക്കെ പറഞ്ഞല്ല അങ്ങനെ എല്ലാം. ആരും എന്നോട് ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ക്യാമറമാനായാലും പറഞ്ഞ ക്യാമറമാനായാലും അത് ചെയ്യാൻ തരുമ്പോൾ ഫ്യൂച്ചർ ചെയ്യാം. അത് ഇപ്പോൾ എനിക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ ഇന്ന വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, അപ്പോൾ റെഡിയാണ്. അതൊക്കെ ഇവരെല്ലാം ഈ ഒരു ബെൽറ്റാണ് ഞങ്ങളുടെ ഇത്. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിച്ചോണ്ട് റോള് വന്നിട്ടുണ്ട്, അത് ശരിക്കും തിരക്കഥയിൽ ഇല്ല. കാരണം എനിക്ക് മനസ്സിലേക്ക് വിഷമം തോന്നി. കാരണം ഇപ്പം മാത്രം ഒന്നും അഭിനയിച്ചില്ലല്ലോ, അന്ന് പിന്നെ പണി കൊടുക്കണമല്ലോ ഞാനും കരുതി. അതപ്പം തന്നെ സാധനം അവിടെ എഴുതി കൊടുത്തതാണ്. അത് ആ സീൻ, കാരണം എനിക്കറിയാം ആ സീൻ ഒരിക്കലും കട്ടായി പോകില്ലെന്ന്. എന്ത് കാരണം മാത്രമല്ല ഇപ്പം നമ്മൾ റീൽസ് ഇടുകയാണെങ്കിൽ പോലും ആ റീൽസിൽ അതായിരിക്കും ഹൈലൈറ്റ്. ഷൈജൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ബാലൻ്റെ സീൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒറിജിനൽ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം ഞങ്ങൾ അതിൻ്റെ ഓണർ വന്ന വീടിൻ്റെ ഓണർ വന്ന് നേരെ ക്യാമറ മുമ്പിൽ വണ്ടി വെച്ച് എന്താണ് പരിപാടി, എന്താ കാര്യത്തിന് കുഞ്ഞ് ഒച്ചപ്പാടും മകളൊക്കെ ആയി ഷൂട്ട് നിർത്തി. ലാസ്റ്റ് വത്സം വന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ലാസ്റ്റ് ഞാൻ വീട് തുറന്നോ അകത്ത് ഷൂട്ട് ചെയ്യണ്ട. കാരണം ഇല്ലേ മല പോലെ വന്ന് എലി പോയെന്ന് പറഞ്ഞ പോലെ പുള്ളി ഉണ്ടായില്ല, ആരറിയില്ല. പെട്ടെന്നൊക്കെ ഇവൻ ചെല്ലുമ്പോ ബാഹുബലി ഇങ്ങനെ പെണ്ണിട്ടുണ്ട്. ആ പിടിച്ച സമയത്ത് പുള്ളി എന്താ വേണ്ടി വണ്ടി നേരെ കൊണ്ടുവന്ന് ക്യാമറ കൊണ്ടുവന്ന് സിനിമ സ്റ്റൈലേ കൊണ്ടുവന്ന് വെച്ച് എന്താ പറയുക അപ്പോഴേക്കും സംഭവം നമുക്ക് അത്ര കഴിഞ്ഞ് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ചേട്ടാ ഇന്ന സംഭവം ആരും എന്ത് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒച്ചപ്പാടായി നമ്മൾ ശരി വത്സവാ
സംസാരിക്കാൻ പറഞ്ഞ മത്സരം ഒന്ന് സംസാരിച്ച് സംഗതി ഓക്കെ ആക്കി. ആ പേടിയായത് വത്സേട്ടന്റെ ആളുകളാണെന്ന് പറഞ്ഞ പുള്ളി ഏത് വത്സ എന്ത് വത്സ ആ പുള്ളിക്ക് ഈ വരുന്നതിൽ ഈ വത്സരേതാ പുള്ളി പേടിച്ചു പോയി. ഇനി അവിടെ വളരെ കൂളായിട്ട് പുള്ളി പേടിച്ചു പോയി. ലാസ്റ്റ് പേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പോപ്പറ്റിൽ കുറേ ആൾക്കാർ വരുന്നു, എന്തൊക്കെ കോപ്പറേറ്റ് നാളെ പേരിൽ പ്രശ്നം തൂങ്ങി ചത്ത കൊണ്ടാടായില്ലേ, അതിൻ്റെ പേരിൽ പുള്ളി പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇത്തരം പറഞ്ഞെങ്കിലും ഒരാളുടെ ആളിപ്പോൾ വന്നുള്ളൂ, ബാബു കരിയാട്ട്. പുള്ളി ഭയങ്കര വിലയാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ നമ്മളിങ്ങനെ ഓഫീസ് വേണം, പിന്നെ ഒരു ചാനലിൻ്റെ ഓഫീസ് കാണിക്കേണ്ട ഓഫീസ് വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഷൈജനും മത്സരം മണിച്ചിട്ട് ഇങ്ങനെ ഒരു ആളുണ്ട്. അപ്പോൾ എനിക്കറിയാം ആളുടെ ഓഫീസ് ഇതിനെ പറ്റിയതാന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിക്കുക പോവാ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ കൊള്ളാം, 3-5 കമ്പ്യൂട്ടറുണ്ട്, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചാനലിൻ്റെ ഓഫീസായിട്ട് ഞാൻ പോകാനാണ്. അല്ലടാ എന്തുകൊണ്ട് ചെയ്തോ, ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചു. ഇറങ്ങി പോകാനല്ല, എന്തുകൊണ്ട് ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായി, കാരണം ഒരു ഓഫീസ് നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വാചാട്ടാ ഇതിലൊരു ക്യാരക്ടർ ചെയ്യണം. അതെല്ലാം ചെയ്യണം. എന്ത് സംഭവം എന്താ, അങ്ങനെ പൊക്കണ സീനൊന്നുമില്ല, അത് കഴിഞ്ഞു പോയി. ഇത് വേറൊരു സംഭവമുണ്ട്, ഇതിലൊരു ചാനലിൻ്റെ ഒരു ഓഫീസറായിട്ടൊരു സംഭവമുണ്ട്. ഡയലോഗ് ഉണ്ട്. അപ്പോൾ അത് സാധനം എഴുതി അത് പുള്ളിയെ കൊടുത്ത്. അപ്പോൾ പുള്ളി ഞാൻ വിളിച്ചോട്ടെ വാചേട്ടാ ഒരു മിനിറ്റ്. അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ. പുള്ളി കാർണൂരിലോട്ട് ഭയങ്കരമാണ്. ഞാൻ ഇന്നെനിക്ക് മനസ്സിലായി, ഇത്ര ഭയങ്കര എനിക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ ഇത്ര ഭയങ്കരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാണ് വായിച്ചേട്ടൻ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഓഫീസ് അങ്ങനെ തന്ന് ഒന്നും ഇത് നിങ്ങൾ അങ്ങാട് നീക്കി ഇങ്ങാട് നീക്കി, അതൊക്കെ വലിയൊരു കാര്യമുണ്ട്. ഞാൻ നന്ദിയോടെ കാണുകയാണ്. ഏത് തന്നില്ല അങ്ങടാ, അത് ശരി, തല്ലും കൊള്ളും കാശും വേണോ? അപ്പോൾ മച്ചൻ എന്തായാലും ഞങ്ങൾക്ക് അന്നത്തെ ഭക്ഷണമൊക്കെ മേടിച്ച് തന്ന്, കാരണം ഇനിയും വരാട്ടാ ഷൂട്ട് ചെയ്യാനായിട്ട്. അച്ഛൻ എന്തെങ്കിലും അങ്ങനെ ഷോർട്ട് ഫിലിം കുറിച്ച് കണ്ടതിന് പറയാം. ഞാൻ പറയണ കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വേണം. അത് നേരത്തെ തമാശ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ എനിക്ക് 50 വയസ്സായി, കഴിഞ്ഞ മെയ് 20-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 50 വയസ്സായി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ അങ്ങനെ പോസ്റ്റ് ചെയ്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ടെലിഫിലിമിൽ അഭിനയിക്കാനും ഒക്കെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പണ്ട് ജനസേവ ശിശുഭവനിൽ ജോസ് മാവലി സാർ ഒരു ടെലിഫിലിം പിടിച്ചു, എന്നെ നിർബന്ധിച്ച് ഭീമൻ രഘു ഒക്കെ ആയിട്ട് അഭിനയിച്ചൊരു വ്യക്തിയാണ്. ജോസ് മാവലിയുടെ പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ അത് എല്ലാ സ്കൂളുകളിലും ഫ്രീ ആയിട്ട് ലീമേഡിയനിലായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ. യേശുദാസൊക്കെ വന്ന് യേശുദാസിനൊക്കെ എതിരിരുന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗം പുള്ളിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചു ഒരു ദിവസം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരുമിച്ചൊരു കൂട്ടായ്മ ഷൈജു, വത്സരാജ്, നമ്മൾ സ്വഭാവങ്ങളിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് പലരുടെയും. അപ്പം നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമുള്ളൂ, നിസ്സാര സമയം 80, 100 അങ്ങനെയൊക്കെ. അപ്പോൾ അതിവിടം വരെ എത്തി, നിസ്സാരമില്ല. നിങ്ങളൊരുമിച്ചൊരു ടെലിഫിലിം പിടിച്ചു. എനിക്ക് തമാശയായിട്ട് തോന്നിയത്, കാരണം ഇത് എന്ത് പറ്റി, വെള്ളം കുടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഉണ്ടായ ബോധോദയം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് സമൂഹത്തിൽ അത് സ്പ്രെഡാവും ഈ സാധനം. അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ ഇന്നലെ വരെ എൻ്റെ ആരുമല്ലായിരുന്നു, ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്തല്ല, എൻ്റെ പെങ്ങൾ ശിശിരയിൽ അഭിനയിച്ച് എൻ്റെ ആ 2-3 ഇത് എൻ്റെ മനസ്സിനെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് കരഞ്ഞില്ല, ഹാവു എന്ന് കരഞ്ഞില്ല എന്നുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സ് കരഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അടുത്തൊരു ടെലിഫിലിം അത് നിങ്ങളുടെ ഷെയറിൻ്റെ പോലെ ഞാനും അതിന് ഷെയർ തരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് എഴുതി, എൻ്റെ പേര് സനയെ അഭിനയിപ്പിക്കണം, കാരണം ഐശ്വര്യമുള്ള ആൾക്കാർ കൂടി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈ പുലിമുരുകൻ സിനിമയിലെ ശുഭിച്ചേട്ടൻ ഒന്നും ആളെ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് ആണെങ്കിലും ഞാൻ വളരെ സീരിയസാണ്. പക്ഷേ ഈ സീരിയസ്നെസ് കൊണ്ടൊന്നും ഈ സമൂഹത്തിൽ നേടാനില്ല. അപ്പോൾ ഞാൻ തമാശ കുറേ, എൻ്റെ തമാശ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ടെലിഫിലിം പിടിക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ശുഭിച്ചേട്ടൻ റെഡിയാക്കിക്കോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്രിപ്റ്റ് വേറെ, ബാബുക്കരിയുടെ ആരെന്ന് ഈ സമൂഹം അറിയണം. അപ്പം എൻ്റെ എന്ത് പരിപാടി, ഇപ്പോൾ സുരേഷ് ഗോപി എന്ന പരിപാടിക്ക് വീഡിയോഗ്രാഫർ ഏർപ്പാട് ലൈവ് പോയി, പക്ഷേ സാധനമൊന്നും സമൂഹത്തിൽ സ്പ്രെഡായില്ല. അപ്പം ഞാൻ ഇന്ന് എൻ്റെ 10,000 മുടക്കി തൃപ്പൂണിത്തുറ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തേ, അത് സമൂഹത്തിൽ സ്പ്രെഡാവും. അപ്പോൾ യൂട്യൂബിൽ എൻ്റെ 2-3 പാട്ട്, വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട്, എനിക്ക് വേണ്ടിയൊക്കെ പാടിയ പാട്ടൊക്കെ ബാബുക്കരിയാടിന് അടിച്ച് 2-3 എന്നൊക്കെ പറയും. പക്ഷേ ഈ സാധനമൊക്കെ
ഗുണം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ഈ നടന്ന ഇനാഗുറേഷൻ ശുഭിച്ചേട്ടാ നിസ്സാരമല്ലത്. അത് കാവിലമ്മ ഭഗവതി നിങ്ങൾക്ക് വേണ്ടി തന്ന അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. കാരണം നമ്മൾ ഒരു കാരണവശാലും ഇത് എൻ്റെ അടുത്ത് സ്റ്റുഡിയോ ബുക്ക് ചെയ്യാൻ പറഞ്ഞു, മറ്റത് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഏകദേശം 70,000 കൂടുതൽ ചിലവ് വരും. നിസ്സാര കാര്യമാണ്. അപ്പോൾ ഷിബിച്ചേട്ടനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ തുടങ്ങിയത് കാവ്യമയുടെ നടന്നതിലും ഓൾറെഡി സ്വിച്ച് ഓൺ ഡൗൺ നമ്മളിപ്പോൾ ടെലിഫിലിം പൂജ തുടങ്ങിയതും കാവ്യമയുടെ നടയിൽ നിന്നാണ്. ഇന്ന് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തതും കാവ്യമയുടെ നടയിൽ വെച്ചില്ല, രണ്ടും അവിടെ വെച്ച് തന്നെയാണ് ചെയ്തത്. അതിലൊരു ഭാഗ്യം നമുക്ക് ഈ ടെലിഫിലിമിന് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മുന്നേറ്റം വേണം, ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു തോന്നിക്കാണിച്ച ഒരാൾ പോലും ഇത് കണ്ടിട്ട് ഒരു മോശം പറഞ്ഞില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് കൊണ്ട് പറഞ്ഞതല്ല, പെട്ടെന്ന് തീർന്നു പോയെന്നും മാത്രം പരാതി പറഞ്ഞു. കാരണം 18 മിനിറ്റ് ഉണ്ട്. 18 മിനിറ്റൊക്കെ ഒരു ഷോർട്ട് ഫിലിമുകൾ കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെ മതി. അത്ര നേരം കണ്ടിരിക്കില്ല. 8 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം മാത്രമേ കണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വേറെ വലിയ ഹൈ ആയിരിക്കണം, വലിയ ബഡ്ജറ്റിലേക്ക് ചെയ്തൊക്കെ മൊത്തം കണ്ടിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് തീർന്നു പോയി എന്നൊരു കംപ്ലൈൻറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ആരും പറ്റില്ല. അത് അതൊക്കെ നിങ്ങളുടെ എല്ലാം ഭാവിച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായ്മ കൊണ്ടും ആ ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഒരുക്കി തന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്. പിന്നൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഇതില് എൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞില്ല, ജേർണലിസ്റ്റായിട്ടാണ് അഭിനയിച്ചാണിത്. സോഷ്യൽ മീഡിയയിൽ കോപ്രായം കാണിച്ചു നടക്കുന്നതിന്റെ ഇന്റർവ്യൂ കാണാൻ പ്രേക്ഷകന് താല്പര്യം. വത്സന്റെ വൈഫ് അതും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് അഭിനയിക്കാൻ വേറെ ആളൊക്കെയാണ് ആദ്യം തീരുമാനിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവർ വന്നില്ല. അവർക്കൊന്ന് വണ്ടിയിൽ നിന്ന് ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് എന്തോ പറ്റിയിട്ടാണ് വന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ രണ്ടുപേരാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അതിപ്പോൾ ലാസ്റ്റ് വത്സൻ്റെ വൈഫിലേക്ക് വന്ന് നമ്മുടെ സുധീഷ് നാരായണൻ മേക്കപ്പ് മാൻ പുള്ളി അതിൻ്റെ ഒരു പേരായിട്ട് നിന്ന് അങ്ങനെ രണ്ടുപേരും കൂടി അത് ചെയ്ത് അത് വത്സനും ആ സമയത്ത് വൈഫിനെ കൊണ്ട് തന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം അത് ഞാനിത് വത്സൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അതേ ഇല്ല ഞാൻ ചെയ്യില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളാണ്. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൈ കൊടുത്തു മോനെ ഇതാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഇത് കണ്ടോടുകൂടി ചാനൽ റിപ്പോർട്ടറോ എന്നാൽ ചെയ്തിട്ടെന്നെ കാര്യമുള്ളൂ ഹാള് ഒന്നാണ്. അതാണ് ഇതെല്ലാം ഒത്തിരിയും. പിന്നെന്താ വെച്ചാൽ പിന്നെ നമുക്ക് 2 ദിവസം ഈ വീട് തന്നത് വീട് അത് ഭയങ്കര ഒരു ഐശ്വര്യമാണ് നമുക്ക്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലെന്ന സ്ഥലത്തിലായ ഒരു ഫാമിലിയായിട്ട് അയർലൻഡിലാണ്. ഇതിന്റെ ഇപ്പൊ താക്കോലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏൽപ്പിച്ചത്. ഇപ്പൊ 1.5 വർഷം അതും ഈ പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മള് ഇപ്പൊ സ്ത്രീകളായാലും ഒക്കെ പകലൂടെ എല്ലാം ഉണ്ട്. കാരണം സ്ത്രീകളൊക്കെ അറിയില്ല ബാത്റൂമിന്റെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനും ഭക്ഷണം കഴിക്കാനും ഇനിയിപ്പോൾ അവർക്ക് ഏതെങ്കിലും റൂമിൽ കിടക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാം സൗകര്യത്തിൽ വീട് കിട്ടി. കാരണം ആരും ഇല്ല ഇറങ്ങി മാറിയിരിക്കുന്ന അങ്ങനെ നിൽക്കുന്ന ആളെ തുറക്കില്ല അങ്ങോട്ട് പോലെ അങ്ങനെ പറയുന്ന ആരും തന്നെ ഇല്ല. വലിയൊരു ഹോട്ടൽ കിട്ടിയ പോലെ നമുക്ക് വീട് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടി. എല്ലാം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ ആ ശക്തി എന്ന് പറഞ്ഞാൽ ആ ശക്തി എനിക്ക് നമ്മുടെ അതുകൊണ്ട് എല്ലാം ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ ഷോർട്ട് ഫിലിമിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ക്യാമറമാനായാലും ലൊക്കേഷനായാലും എല്ലാം ഭക്ഷണമായാലും ഫുഡ് നല്ല ഫുഡും ആരും നല്ല ഫുഡാണ് എല്ലാവർക്കും. ആ വീട് തന്നത് സാധിച്ചാട്ട് തന്നെ നമ്മൾ അഭിനയിച്ച വീടില്ലേ അതന്നെ പുള്ളി പറഞ്ഞു 2 ദിവസത്തിന്റെ പണി കളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. പണിക്കാച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കുഴപ്പമില്ല ചേട്ടാ ഇതൊക്കെ നല്ല രീതിക്ക് വേണ്ടിയാണ് ഒരു എല്ലാം നമ്മുടെ ഇപ്പൊ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇതൊരു മധ്യഭാഗമാണ് ചുറ്റുവട്ടമാണ്. നമ്മള് അടുത്തടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും കടയായാലും ഈ സ്ഥലമായാലും കാരണം അന്ന് ഈ ടീച്ചറും ഡാൻസ് ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇതിന് ശരിക്കും തുടക്കം വെക്കുന്നത്. ഈ വീടാണ് ശരിക്കും തുടക്കം. ഈ വീട് തന്നെയാണ് തുടങ്ങിയതും. എന്തായാലും ഇത് പറയട്ടോ, നമ്മള് ഫസ്റ്റ് ഇവിടെ വന്ന എനിക്കൊരു നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീട് കാണുന്ന സ്ഥലം കാണുന്ന ഷുഗറിന്റെ കറപ്പിൽ വന്നിട്ട് ഇവിടെ ഞായറാഴ്ച പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിങ്ങളെല്ലാരും ഒന്നാമത് മത്സരം നിങ്ങളെല്ലാരും കണ്ടപ്പോ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല എന്നുള്ള വന്നു മുതലേ നമ്മൾ കെട്ടിപ്പിടിച്ചും എല്ലാവരും അടിയാണ്. കാരണം ഏട്ടനുള്ള അടിയാണ് കേട്ടോ. ഇപ്പോഴും അതെ ഞങ്ങള് കണ്ട അടിയാണ് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. അതൊരു വല്ലാത്തൊരു ഒരു ഭാഗ്യമാണത്. വന്നു മുതലേ ഞാൻ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം അതാണ്. ആ ബന്ധം കൊണ്ടായിരിക്കും ഇത്രയും
വൃത്തിയായിട്ട് ഇത് ചെയ്യാനോട് ഫ്രീ മൈൻഡായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതാണ് എല്ലാവരും ഒരു കുടുംബം പോലെ എല്ലാം ഓരോ മനസ്സോടെ എല്ലാവരും ഓരോ മനസ്സോടെ ഒത്തുനിന്ന് ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആർക്കും അങ്ങാടും ഇങ്ങാടും യാതൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരാൾ പോലും ഒരാളോട് മുഖം കറുപ്പിക്കാനുള്ള അവസരം ഷൂട്ടിങ്ങിന്റെ സമയത്ത് അത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ ബാക്കിന്ന് ഒരാൾ സംസാരിക്കാൻ പോലും കണ്ണുരുട്ടും ഇന്ന് പൂത്തരാവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ സീൻ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മയായാലും സ്പാർക്കിൻ്റെ സാറായിട്ടുള്ള ഗൗരവമുള്ള സംഭവം ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് കോമാളിത്തരം പറയാം. അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? അവർ ചിരിച്ചു പോകും. അത് തമാശ അല്ല, അത് ആർട്ടിസ്റ്റ് ചിരിച്ചു പോകും. കാരണം നമ്മൾ എത്ര നല്ല ആർട്ടിസ്റ്റ് കൊണ്ടൊക്കെ കണ്ണാങ്കടയിൽ പോകും, ഓട്ടോമാറ്റിക് കണ്ണാങ്കടയിൽ പോകും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ആളുകൾ നല്ല നല്ല മെസ്സേജ് വിട്ടിട്ടുണ്ട്. താങ്ക്സ് ഒരു പ്രത്യേകം പറയാണ്. അതന്നെ അതുപോലെ ടീച്ചർ ഇവരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് ടീച്ചർ ഓടുന്നതാണ് വിചാരിച്ച്. എന്ത് പറയാം, ടീച്ചർ അത്രയും ടീച്ചറെ ഇത് കാണുമ്പോൾ ഞാൻ തന്നെ ചിലപ്പം ഇത് വിട്ടുപോകും. കാരണം ടീച്ചർ കാണിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ടീച്ചർ കാണിക്കുന്നത്. അത്രയും ഇതായിട്ട്. പിന്നെ അമ്മ ഒന്നും പറയാനില്ല. അവരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അതേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇതായിരുന്നു അവർ ചെയ്യുന്നത് കണ്ട് ഞാൻ അതുപോലെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കേട്ടോ താങ്ക്സ്.